ധനകാര്യ മേഖലയിൽ ലോകം മുഴുക്കെ സ്വീകരിച്ചിട്ടുള്ള പതിവ് സംവിധാനത്തിൽ നിന്നും മാറി പലിശരഹിത രീതിയാണ് ഇസ്ലാമിക് ബാങ്കിംഗ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനങ്ങളും പരമ്പരാഗത സാമ്പത്തിക സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇത് പലിശയെ അടിസ്ഥാനമാക്കിയുള്ളതായതിനാൽ തന്നെ ശരിയാത്ത നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. മറുവശത്ത് ഇസ്ലാമിക് ഫിനാൻസ് ഹറാമായ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കി നീതിപരവും പരസ്പര സമ്മതമുള്ള സാമ്പത്തിക ഇടപാടുകളാണ് മുന്നോട്ട് വെക്കുന്നത്. മുറാബഹ, മുദാറബ, മുസാറക്ക തുടങ്ങിയ വ്യക്തമായ കരാർ മാതൃകകൾ ഷാഫി മദ്ഹബിൽ അംഗീകരിച്ചവയാണ്. ഇത് ധനകാര്യ ഇടപാടുകളിൽ ന്യായവും സുതാര്യതയും ഉറപ്പാക്കുന്നു. പലിശ അധിഷ്ഠിതമായ ബാങ്കിംഗ് സംവിധാനത്തെക്കാൾ വ്യത്യസ്തമായി ശരിയത്ത് അടിസ്ഥാനമാക്കിയ ധനകാര്യ സംവിധാനമാണ് ഇസ്ലാമിക് ബാങ്കിംഗ്. അവിടെ പണം കൊണ്ട് പണം ഉണ്ടാക്കുന്നതല്ല, പണം യഥാർത്ഥ ആസ്തികളിലും വ്യാപാരത്തിലും നിക്ഷേപിക്കപ്പെടുന്നു. ലാഭവും നഷ്ടവും പങ്കിടുന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷത. പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽക്ക് തന്നെ സാമ്പത്തിക ഇടപാടുകളിൽ മുദാറബ, മുശാറക, മുറാബഹ, ഇജാറ പോലുള്ള കരാറുകൾ വഴി ലാഭവും നഷ്ടവും പങ്കിടുന്ന പൂർണ്ണ വ്യാപാര മാതൃകയാണ് ഇസ്ലാമിക ലോകം പിന്തുടർന്നു പോകുന്നത്. ഖിലാഫത്ത് കാലത്ത് ബൈത്തുൽ പോലുള്ള പൊതു ധനകാര്യ സ്ഥാപനങ്ങൾ സമൂഹത്തിനായുള്ള ധനവിയോഗം നിയന്ത്രിച്ചു. എന്നാൽ കോളനിവൽക്കരണത്തോടെ പലിശാധിഷ്ഠിത ബാങ്കിംഗ് മുസ്ലിം രാജ്യങ്ങളിലും പ്രചാരണം നേടി. 20-ാം നൂറ്റാണ്ടിൽ പണ്ഡിതരും സാമ്പത്തിക വിദഗ്ധരും ചേർന്ന് പലിശരഹിത ബാങ്കിംഗ് പുനരുജ്ജീവിപ്പിക്കുകയാണ് ഉണ്ടായത്. 1963 മിച്ച് കമർ പദ്ധതി, 1975 ദുബായ് ഇസ്ലാമിക് ബാങ്ക്, ഇതെല്ലാം ആധുനിക ഇസ്ലാമിക് ബാങ്കിന്റെ അടിത്തറയായി മാറുകയാണ് ഉണ്ടായത്. 1950-കൾക്ക് ശേഷമാണ് ഇസ്ലാമിക് ബാങ്കിനെ കുറിച്ചുള്ള ചർച്ചകൾ വന്നത്. 1975 ഏറ്റവും ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു പരീക്ഷണം ഈജിപ്തിൽ നടക്കുന്നത്. അപ്പോൾ പലിശ ഇല്ലാതെ ഒരു ബാങ്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഇസ്ലാമിക് ബാങ്ക് എന്ന് പറഞ്ഞാൽ അതൊരു ചാരിറ്റി ആക്ടിവിറ്റി അല്ല. സാധാരണ ബാങ്ക് നടത്തുന്ന ആളുകൾക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടും. അതേപോലെ ഇസ്ലാമിക് ബാങ്കിൽ നിന്നും അത് നടത്തുന്ന ആളുകൾക്ക് വരുമാനം കിട്ടും. പക്ഷേ സാധാരണ ബാങ്കിലുള്ള പലിശയ്ക്ക് പകരം ഇസ്ലാമിക് ബാങ്കുകൾ നടത്തുന്നത് പ്രോഫിറ്റ് ലോസ് ഷെയറിംഗ് എന്ന ഇസ്ലാമിക തത്വം അനുസരിച്ചാണ്. അതായത് ബാങ്കിന് ആളുകൾ ക്യാഷ് കൊടുക്കുമ്പോൾ, അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത് ക്യാഷ് കൊടുക്കുന്ന സമയത്ത് ആ ക്യാഷ് ഒന്നുകിൽ മുഷാറക്ക ഇടപാട്, അല്ലെങ്കിൽ മുദാറബ ഇടപാട്, ഇങ്ങനെയൊക്കെയുള്ള കുറേ ജോയിൻറ്റ് വെഞ്ചറുകളുണ്ട്. കുറേ ഇസ്ലാമിക ശരീഅത്ത് പരിചയപ്പെടുത്തിയ. മുദാറബ എന്ന് പറഞ്ഞാൽ കാശുള്ള ഒരാൾ തൻ്റെ കാശ് ജോലി ചെയ്യാൻ വേറൊരാളെ ഏൽപ്പിക്കുകയാണ്. ആ ആൾ ജോലി ചെയ്ത് കിട്ടുന്ന ലാഭം അവർ നേരത്തെ നിശ്ചയിക്കുന്ന അനുപാതത്തിൽ അവർക്കിടയിൽ ഡിവൈഡ് ചെയ്യപ്പെടും. അപ്പോൾ ഒരാൾ തൻ്റെ അക്കൗണ്ടിലുള്ള കാശ് മുദാറബ ഇടപാടിന് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആ കാശ് ഉപയോഗിച്ച് ബാങ്ക് ചുമതലപ്പെടുത്തുന്ന ഒരാൾ ബിസിനസ് നടത്തും. ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം ബാങ്കിനും അതുപോലെ തന്നെ ഈ അക്കൗണ്ട് ഹോൾഡർക്കുമാണ് നൽകപ്പെടുക. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഇസ്ലാം വിലക്കിയ സംഗതിയെ പാടെ ഒഴിവാക്കുകയും അതിൻ്റെ സ്ഥാനത്ത് പ്രോഫിറ്റ് ലോസ് ഷെയറിംഗ് പോലെയുള്ള ഇസ്ലാം അംഗീകരിക്കുന്ന ഒരുപാട് ഇടപാട് രീതികൾ വെച്ചിട്ടാണ് ഇസ്ലാമിക് ബാങ്കുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നീതിയുക്തമായ ധാർമ്മികതയോട് കൂടിയ ബാങ്കിംഗ് സിസ്റ്റമാണ് ഇസ്ലാമിക് ബാങ്കിങ്ങിന്റെ പ്രത്യേകത. ഇസ്ലാമിക് ലോസ്, അതായത് ശരിയ നിയമങ്ങൾ അനുസരിച്ചായിരിക്കും ഇസ്ലാമിക് ബാങ്കിങ്ങിന്റെ ഓരോ കാര്യവും. പലിശ, അറബിയിൽ ഇതിനെ റിബ എന്ന് പറയും. പലിശ രഹിതമായ ഒരു ബാങ്കിംഗ് സിസ്റ്റം കൂടി ഇസ്ലാമിക് ബാങ്കിങ്ങിന്റെ പ്രത്യേകതയാണ്. സോ ഇസ്ലാമിക് ബാങ്കിങ് മെയിനായിട്ടും ഓപ്പറേറ്റ് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്, 3 കോർണർ സ്റ്റോൺസിൽ കൂടിയാണ്. ആദ്യത്തേത് പ്രോഫിറ്റ് ഷെയറിംഗ് ആണ്, അറബിയിൽ മുദാറബ എന്ന് പറയും. രണ്ടാമത്തേത് അസറ്റ് ബാക്ക് ഫൈനാൻസിംഗ് ആണ്, മുറാബഹ എന്ന് പറയും. മൂന്നാമത്തെ കാര്യം റിസ്ക് ഷെയറിംഗ് ആണ്, അറബിയിൽ ഇതിനെ മുഷാറക്ക എന്ന് പറയും. ലാഭം പ്രൊപ്പോർഷനേറ്റ്ലി ഷെയർ ചെയ്യുക, സ്പെക്കുലേഷൻ ഇല്ലാതെ അസറ്റ് ബാക്ഡ് ഫിനാൻസിംഗ് ഉണ്ടാക്കിയെടുക്കുക, റിസ്ക് ഉണ്ടെങ്കിൽ അത് പ്രൊപ്പോർഷനേറ്റ്ലി ഷെയർ ചെയ്യുക, ലാഭമായാലും നഷ്ടമായാലും.